നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആളുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നാണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എപ്പോഴാണോ യൂണിവേഴ്സ് എത്തിക്കുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്. ജനറൽലെസ് ആയതുകൊണ്ട് തന്നെ കുട്ടികളൊഴിച്ച് ആർക്ക് വേണമെങ്കിലും ഈ ഒരു വീഡിയോ കാണാം. ജനറൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വ്യക്തികളുടെ എനർജി ഉള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് മാച്ച് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. അപ്പം എല്ലാവർക്കും ഉത്രാടം ദിനാശംസകളും തിരുവോണ ദിനാശംസകളും നേർന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉള്ളൊരു ഓണം നിങ്ങൾ ആഘോഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ റീഡിംഗ് ഇടാൻ ഒട്ടും ടൈമില്ല. കാരണം 2 മണിക്കും 3 മണിക്കൊക്കെ പൂജയുള്ള ദിവസമാണ്. പക്ഷെ ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണമായിക്കൊണ്ട് എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബത്തിലുള്ളവരെ ഞാനൊന്ന് വിഷ് ചെയ്തില്ല. 2 കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന് ഓണാശംസകൾ പറയാനും 2 മെയിനായിട്ട് വേറൊരു കാര്യം പറയാനും കൂടിയാണ്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നമുക്ക് എന്തായാലും കാർഡ് എടുത്ത് വെച്ചിട്ട് പറയാം. ഓക്കെ, ഞാൻ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യല് കേട്ടോ. 2ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫസ്റ്റിലത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുറച്ച് ദിവസങ്ങൾ, ഈ ഒരു 4 ദിവസം നിങ്ങൾക്കറിയാലോ അല്ലേ, നല്ല സന്തോഷമുള്ള ദിവസങ്ങളാണ്. നിങ്ങളുടെ മനസ്സിലെ പ്രയാസങ്ങളും ഡിപ്രഷൻ, വിഷമഘട്ടങ്ങളെല്ലാം നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ കൂടെ ഉള്ളവരാരാണോ അവരുമായിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ നല്ല ഓണക്കോടി എടുക്കാനോ അങ്ങനെ ഒന്നുമില്ലെങ്കിൽ പോലും ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിലും സമാധാനമായിട്ട് കഴിച്ച് ഓണം നിങ്ങൾ കൊള്ളുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ മരിച്ചുപോയവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഒരു നേരത്തെ ഭക്ഷണം. കാരണം ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെയാണ് അവരെ വിടുന്നത്. അപ്പോൾ അവർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ഓർത്ത് പ്രയാസപ്പെട്ടിരിക്കാതെ വീട്ടിൽ ഒരു നേരം ഭക്ഷണം, എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് അറിയാം കേട്ടോ, എനിക്കങ്ങനെ അറിയാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവരൊരു നേരത്തെ ഭക്ഷണം, അവർക്ക് ഈ വർഷത്തിൽ ഒരിക്കലല്ലേ നമ്മുടെ അടുത്തൊക്കെ, ഒരിക്കൽ നല്ല ഓണം, വിഷു, ക്രിസ്മസ് ഇതിനൊക്കെയാണ് അവർ വരുന്നത്. ഒരു നേരത്തെ ഭക്ഷണം നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം വെക്കണം. അതുപോലെ എത്രയൊക്കെ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുറച്ച് നേരത്തേക്കിന് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കി ഓണം എങ്ങനെയാണോ നിങ്ങൾ ആഘോഷിക്കുന്നത് അതുപോലെ ആഘോഷിക്കുക കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. എനിക്ക് ഓണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 2ാമത്തെ വർഷം ആകുന്നതേ ഉള്ളൂ. എനിക്ക് ഓണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഓണമില്ല. പക്ഷേ എൻ്റെ ദൈവങ്ങൾക്ക് നാളെ ഓണസദ്യ കൊടുക്കണം. ഇന്നിപ്പോൾ കൊടുത്തു. എൻ്റെ അമ്മയ്ക്കും എൻ്റെ അനിയനും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ അനിയൻ. അപ്പം എൻ്റെ അമ്മയ്ക്ക് ഓണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അത്ര പ്രഷ്യസ് ഉള്ളൊരു സാധനമാണ്. അപ്പം ഓണത്തിനാണ് അമ്മ എന്നെ വിളിച്ചു വരുത്തുന്നതും ഒക്കെ. അപ്പം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കറികളും ഒക്കെ വെച്ച് ഓണം അവർ വരുന്ന സമയത്ത് അവർക്കുള്ള രാവിലത്തെ കാപ്പി തൊട്ട് വൈകിട്ടത്തെ ഭക്ഷണം വരെ നമ്മൾ വെക്കും. അതുപോലെ നമ്മുടെ ദൈവങ്ങൾക്കും വെക്കും കേട്ടോ. എല്ലാവർക്കും ഇവിടെ നാളെ ഓണസദ്യ വെക്കണം. നിങ്ങളും ഒക്കെ ഓണസദ്യ കഴിക്കണം. ഉള്ളതുകൊണ്ട് ഓണം പോലെ ഇന്ന കറികൾ എന്നൊന്നുമില്ല. എനിക്കറിയില്ല നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ്. പിന്നെ എല്ലാവരും ഓണപരിപാടിയിലൊക്കെ പോയോ? സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. ഇത്രയൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ, സമാധാനമായിട്ടിരിക്കുക. അതുപോലെ തന്നെ ആകെ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മ നാളെ വന്ന് കഴിക്കും, അനിയനും വരും, പിന്നെ പിതൃക്കന്മാർ, ഇവർക്കൊക്കെ ഒരു നേരത്തെ ഫുഡ് വെക്കുന്നു. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവങ്ങൾക്ക് ഫുഡ് കൊടുക്കുക. ഇന്ന് കൊടുത്തു സമാധാനമായിട്ട്, അതാണ് അതിൻ്റെ സന്തോഷമാണ്. സംസാരത്തിൽ പോലും നാളെയും കൊടുക്കണം. 2ാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കേട്ടോ. നിങ്ങൾ ഇത് കേൾക്കുക, സ്കിപ്പ് ചെയ്ത് പോകുന്നൊരു പൊക്കോ. കാരണം ഇത് കേൾക്കാൻ മനസ്സുള്ളവർ കേൾക്കുക. കാരണം നമ്മുടെ ഇൻസ്റ്റയിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫ്രണ്ട് എന്ന് പറയുമ്പം അഞ്ജു എന്നാണ് പേര്. കുടുംബദേവത, കുലദേവത എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? എനിക്കുണ്ട് കുടുംബദേവത, കുലദേവത. കൊടുങ്ങല്ലൂരിൽ അമ്മയാണ്. എൻ്റെ സ്വന്തം, എൻ്റെ മണ്ണിൽ, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ മണ്ണിലാണ് അമ്മ കൂടിയിരിക്കുന്നത്. അമ്മയും സർപ്പവും യക്ഷിയമ്മയും അവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് വരെയും ഒന്നും നമ്മൾ അവിടെ ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പലരുടെയും പേരിൽ കിടക്കുന്ന വസ്തുവാണ്. നമുക്ക് അധികാരത്തോടു കൂടി കയറിയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിസ്സഹായ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു വേദന എത്രത്തോളമാണ്. സ്വന്തം മണ്ണിൽ കുടിയിരിക്കുന്ന അമ്മയെ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരുവളാണ് ഞാനതൊരു വിഷമത്തോടു കൂടി പറയുക. ആൾക്കാർക്ക് ആർക്കും അത് അറിയത്തില്ല. കാരണം എൻ്റെ വീട്ടുകാരോട് അത് പറയുമ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയാവോ? അതൊക്കെ വെറും പ്രഹസനങ്ങളാണെന്നാണ് വീട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലും ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു വരുത്തി. ഞാനുള്ളിടത്തെല്ലാം എൻ്റെ അമ്മയുണ്ട്, എൻ്റെ ദൈവങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇന്നത് ചെയ്തു പോകുന്നത് പോലും അവരെ പ്രീതിപ്പെടുത്താനും അവരുടെ ദോഷവും അവരുടെ ശാപവും എനിക്കോ എൻ്റെ സഹോദരങ്ങൾക്കോ എൻ്റെ ഫാമിലിക്കോ ഏൽക്കാതിരിക്കാനുമാണ്. അതേസമയം ഇതേ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അത് വന്നു കയറിയതാണ് കേട്ടോ. അതിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അവർ ആദ്യം താമസിച്ച സ്ഥലത്താണ് ഈ ഒരു അമ്മ കൂടിയിരിക്കുന്നത്.
അതുപോലെ അവിടെ യക്ഷിയമ്മയുണ്ട്, സർപ്പങ്ങളുണ്ട്, മുരുകനുണ്ട്, വിഷ്ണുമായുണ്ട്, കരിങ്കുട്ടിയുണ്ട്. ഇത്രയും പേരാണ് അവിടെ ഉള്ളത്. കഴിഞ്ഞ ദിവസം കുറേ ആ ഭാഗത്തെ കുറേ ജനങ്ങൾ കൂടിയിട്ട് വാർഡ് മെമ്പർ, നാട്ടുകാർ, പോലീസുകാർ, നിയമം അവർക്ക് അനുകൂലമായിട്ട് നിന്നിട്ടില്ല. ഒരു അമ്പലം പോലെ ആ പെണ്ണ് വന്ന് കയറിയ പെണ്ണാന്ന് ഓർത്തോണം. അമ്മയോടുള്ള നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അത് 3-4 ദിവസമായിട്ട് ഇൻസ്റ്റയിലേക്ക് ഇടുന്നുണ്ടായിരുന്നു. ഇന്നലെ ആ അമ്പലം പൊളിച്ചു കളഞ്ഞു. അമ്പലം പൊളിക്കുന്ന കാഴ്ച കണ്ടാൽ നിങ്ങൾ സഹിക്കത്തില്ല. അതിനകത്തിരിക്കുന്നത് നമ്മുടെ അമ്മയാണ് കേട്ടോ. അമ്മയും വിഷ്ണുമായൊക്കെ ഇരിക്കുന്നത്. പോലീസുകാർ പറഞ്ഞത് എന്താണെന്നറിയാവോ? മായക്കാരെ എല്ലാം എറിഞ്ഞുടയ്ക്കാനാണ് പറഞ്ഞത്. മായക്കാരാരാ? വിഷ്ണുമായയും കരിങ്കുട്ടിയും. മായക്കാരെ എല്ലാം എറിഞ്ഞുടയ്ക്കാൻ. അതുപോലെ തന്നെ അതൊക്കെ വെറും പ്രഹസനങ്ങളാണ്, അവിടെ ദൈവമില്ലെന്ന്. ഇന്നലെ പൊളിച്ചു കളഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയം പൊട്ടി ഞാൻ ഇന്നലെ അത് കാണുമായിരുന്നു. സത്യമായിട്ടും ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യമായിട്ട് ഒരാളെ പ്രാകുന്നത്. ആ വണ്ടി പൊളിച്ചവനെയും നാട്ടുകാരെ എല്ലാം ആ ജനങ്ങൾ അർഹിക്കുന്നില്ല അമ്മ അവിടെ ഇരിക്കാൻ. കാരണം എന്താണെന്നറിയാവോ? ഇത്രയും നികൃഷ്ടമായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലാണല്ലോ അമ്മ അവിടെ ഇരുന്നത് ഇത്രയും നാളും. ആ പെണ്ണ് വാവിട്ട് കരയുക, നിയമത്തിൻ്റെ സഹായം തേടി. പൊളിച്ചു കളഞ്ഞു. പെർമിറ്റ് ഇല്ലാന്നൊരു കാരണമാണ്. കാരണം ഈ ഷീറ്റ് ഇട്ടൊരു ചെറിയൊരു ഇതിന് പെർമിറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷെ അതൊരു അമ്പലമല്ല, അമ്പലം പോലാണ് നാട്ടുകാർ, അതായത് പുറത്തു നിന്നുള്ള ഭയങ്കര ശക്തിയാണ്. പടിത്തരത്തിൽ ഇരിക്കുന്ന അമ്മയാണ്. അവിടെ പടിത്തരത്തിൽ കാര്യങ്ങൾ എഴുതിയിട്ട കാര്യസാധ്യതയുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്നറിയാവോ? ഞാൻ ഇൻസ്റ്റയിൽ ചെറുതായിട്ട് കണ്ടതാണ്. അതിന് ശേഷം ഞാൻ ഈ പെണ്ണിനെ കോണ്ടാക്ട് ചെയ്തു. പല രീതിയും പല വഴിയും ഞാൻ ഈ പെണ്ണ് തളർന്ന് തരിപ്പണമായിട്ടിരുന്നതാണ്. ഞാൻ അതിന് ശക്തി കൊടുത്തു. ഞാൻ പറഞ്ഞു മുന്നോട്ട് പോ. മുന്നോട്ട് പോയി. പക്ഷെ അത് പടപൊരുതിയെങ്കിലും അമ്പലം പൊളിച്ചു കളഞ്ഞു. അമ്പലം 30 ദിവസത്തിനുള്ളിൽ പൊളിക്കാനുള്ള അമ്പലമൊന്നും പറയാൻ പറ്റത്തില്ല. അത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. വരുന്ന ആൾക്കാരാണ് അതൊരു അമ്പലം പോലെ കാണുന്നത്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ. ശക്തിയുള്ള അമ്മയെ പറമ്പിൽ ഭദ്രകാളിന്ന് അവിടുത്തെ അമ്മയുടെ ഇത്. കാരണം എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മളവിടെ പോയിട്ടില്ല. പക്ഷേ അവിടുത്തെ അമ്മയുടെ ശക്തി എന്താണെന്നുള്ളത് എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് മാസം മാസം ഞാൻ കുറച്ച് തുക അമ്മയ്ക്ക് തരാം. അതുപോലെ തന്നെ കുറച്ച് പേയ്മെൻറ്റ് ഞാൻ കൊടുത്തു. വക്കീലിന് മറ്റേ ക്യാമറയൊക്കെ വെക്കണമെന്ന് പറഞ്ഞാൽ അതിനൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ ചെയ്തു. പക്ഷേ ഉണ്ടല്ലോ, ഈ അമ്പലം പൊളിച്ചു കളഞ്ഞു. നിങ്ങളത് കണ്ടാൽ നിങ്ങൾക്ക് സഹിക്കത്തില്ല. കാരണം അതിനകത്തിരിക്കുന്ന നമ്മുടെ അമ്മയും വിഷ്ണുമായും കരിങ്കുട്ടിയും ഒത്തിരി പേരുണ്ട്. അതിനകത്ത് ഒത്തിരി പേര് വെച്ചിട്ടുണ്ട്. അമ്മയെ എടുത്ത് കളഞ്ഞു. പൊളിച്ചു കളയുമായിരുന്നു. പൊളിച്ചെന്ന് പറഞ്ഞാൽ അത് കണ്ടു നിൽക്കത്തില്ല നമ്മൾ. അത്ര ദുരിതം പിടിച്ചൊരവസ്ഥയാണ്. ഞാൻ ഇതെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അവർ പെർമിറ്റ് എടുക്കാൻ പോവുക. പെർമിറ്റ് വേണ്ടാന്ന് പറഞ്ഞവരെ പറ്റിച്ചത് അവിടുത്തെ വാർഡ് മെമ്പറാണ്. ചെറിയൊരു ഷീറ്റ് കെട്ടിയതല്ലേ അതിന് പെർമിറ്റ് വേണ്ട എന്ന് പറഞ്ഞത്. ശേഷം എല്ലാവരും കൂടി ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവരുടെ മുന്നിൽ നിയമം വരെ പാർട്ടിപരമായിട്ടും അങ്ങനെയൊക്കെയോ അതിനെ അവിടെ നിന്ന് തുരത്തി. അമ്മ അവിടെ ഉണ്ട് കേട്ടോ. ആ പെണ്ണ് ഇന്നലെ പൊളിച്ച് കളഞ്ഞെടുത്ത് പോയിട്ട് ആ പെണ്ണ് വിളക്ക് വെച്ചു. അത് കണ്ടാൽ നമ്മൾ സഹിക്കത്തില്ല. അതുപോലെ തന്നെ നാളെ ഒരു നല്ല ദിവസമാണ്. എൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞു, ചേച്ചി ഞാൻ മണ്ണിലും ചെളിയിലും കൊണ്ട് എൻ്റെ അമ്മയ്ക്കും ദൈവങ്ങൾക്കും ഇനി ഭക്ഷണം വെക്കണമല്ലോ, ഞാൻ എന്ത് ചെയ്യും? അത് അവരെ പരിപാലിക്കുന്നവർക്കേ ഉള്ളൂ. ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്ന ആളെ എനിക്ക് നോക്കാൻ പറ്റത്തില്ല. എൻ്റെ അമ്മയുടെ കാലിൽ വീണ് ഞാൻ കരയുമായിരുന്നു. ഞാൻ നിസ്സഹായ അവസ്ഥയിലാണ് എൻ്റെ അമ്മയെ. കാരണം അമ്മ വീട്ടിലിരിക്കുമ്പോൾ അമ്മേനെ അതുപോലെ നോക്കണം. നമ്മുടെ അമ്മമാരെ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, വിഷമിക്കണ്ട, അവിടെ കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം വെക്ക് കേട്ടോ. അമ്മയ്ക്ക് അങ്ങനെ വെക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പെർമിറ്റ്, അവർക്ക് സാമ്പത്തികമായിട്ട് അവർ ശരിക്കും പൊട്ടി. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന നിയമസഹായമോ അല്ലെങ്കിൽ ഇതിനകത്ത് പോലീസും ഒക്കെ കാണുന്നവരുണ്ട്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, വക്കീലന്മാരൊക്കെ കാണുന്നവരുണ്ട്. അപ്പം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ എന്താ ചെയ്യേണ്ടതെന്നൊരു വഴി പറഞ്ഞു തരിക. പിന്നെ ധനസഹായം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അവർക്ക് പെർമിറ്റ് എടുക്കാനും അവർക്ക് ഇനി അത് കെട്ടിപ്പൊക്കണമെങ്കിൽ ആ അമ്മ ഇനി അവിടെ അവർക്ക് ഇരുത്തണമെങ്കിൽ പൈസ നന്നായിട്ട് വേണം. നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് സഹായിക്കണം. നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഡയറക്റ്റ് അവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ തരാം കേട്ടോ. അവർ തകഴിക്കാരാണ്. അമ്പലമായിരുന്നു. അമ്പലമെന്നൊന്നും പറയാൻ പറ്റില്ല. ചെറിയൊരു ഷീറ്റൊക്കെ കെട്ടി അതിനകത്തായിരുന്നു നമ്മുടെ അമ്മയെ എല്ലാവരെയും കുടിയിരുത്തിയത്. പൊളിച്ചു കളഞ്ഞു പറഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. 30 ദിവസത്തിനുള്ളിൽ പൊളിക്കേണ്ട സാധനം ഈ കൊച്ചു ഹൈക്കോടതിയിലേക്ക് പോകുന്ന തൊട്ടു മുന്നേ പൊളിച്ച് അവർ അടിത്തറ വരെ അവർ മാന്തി. അവിടെ ഇപ്പോൾ അതൊരു ചെറിയൊരു വിളക്ക് കത്തിച്ച് അമ്മയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന സീൻ കണ്ടാൽ നമ്മൾ സഹിക്കുകയില്ല. അറിയാവോ? ഇനിയാണ് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. അമ്മയുടെ ശക്തിയാണ് പരീക്ഷിച്ചത് അവർ. ഇനിയാണ് അവിടെ ഉള്ളത്. എനിക്കൊരു ദയയില്ല അവരോടൊന്നും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് ഇപ്പം ഭദ്രകാളീനെ ഞാനിപ്പോൾ ഒരു ഭദ്രകാളി മാത്രമല്ല, എൻ്റെ കൺകണ്ട ദൈവം എൻ്റെ പിതാവായ മഹാദേവൻ. അതിന് ശേഷമാണ് എനിക്ക് അമ്മ. എന്നാൽ പോലും ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണ്
ഞാൻ അമ്മയെ ഭജിക്കുന്നതും അതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ അമ്മയുണ്ട്. ആ ശക്തി എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അതേസമയം നമ്മുടെ കൺകണ്ട ദൈവമായിട്ട് നമ്മൾ ആരെയാണ് കാണുന്നത്? പിതാവായ മഹാദേവൻ, പ്രപഞ്ച സൃഷ്ടിയായ കർത്താവ്, അള്ളാഹു, ഇവരെല്ലാം കൺകണ്ട ദൈവങ്ങളാണ്. അയ്യപ്പൻ. പക്ഷെ ഞാൻ എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ അത് എൻ്റെ അമ്മയാണ്, എൻ്റെ പോറ്റമ്മയാണ്, എൻ്റെ ജന്മം തന്ന അമ്മയ്ക്ക് തുല്യമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അമ്മയുടെ ശക്തി എന്താണെന്നും അമ്മ എന്താണെന്നുള്ളതും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും, നിങ്ങൾക്ക് നാളെ ഓണത്തിന് അവരവിടെ അത് സഹിക്കില്ല. അവരിന്നലെ വിളക്ക് കത്തിച്ചില്ല, പെണ്ണ് കുട ചൂടി നിൽക്കും അമ്മയ്ക്ക് ഈ മഴവെള്ളം വീഴാതിരിക്കാൻ. എന്ത് ചെയ്യും? എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യാനാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളെക്കൊണ്ട് വല്ലതും പറ്റുമെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യും വാട്സപ്പിൽ. അവരുടെ ഡയറക്റ്റ് കോൺടാക്റ്റ് നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉള്ളവർ മതി, ഇല്ലാത്തവർ വേണ്ട. അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പുണ്യം, എന്തെങ്കിലും അവിടെ ഒരു അടിത്തറ കെട്ടി എല്ലാവരും കൂടെ ചേർന്ന് നിന്നാൽ അത് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അത് പറ്റും. നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. നിങ്ങളൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഓണമൊക്കെ ആഘോഷിക്കുക. ആരുടെ മനസ്സിലും ഒരു പ്രയാസമായിട്ട് ഒന്നും ഇരിക്കാൻ പാടില്ല. സമാധാനമായിട്ടും സന്തോഷമായിട്ടും നിങ്ങൾ ഇരിക്കുക. അമ്പലത്തിലൊക്കെ പോവുക, മനസ്സ് ഫ്രീ ആയിട്ട് വെക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ. അപ്പം 5 ഓഫ് കപ്സും ഏസ് ഓഫ് പെൻഡാക്കിളുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡെന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം ഈ നെഗറ്റീവൊക്കെ എടുത്ത് പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പറയാം, റീഡിംഗ് അല്ലേ. അപ്പം ടവർ കാർഡാണ് വന്നിരിക്കുന്നത് തൊട്ട് താഴെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ, അതായത് നിങ്ങളുടെ വ്യക്തി, റിലേഷൻഷിപ്പിൽ ഇരുന്ന നിങ്ങളുടെ വ്യക്തിയാണ്, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ റീഡിങ് കാണുന്നത് ആ വ്യക്തിയുടെ ലൈഫിൽ എന്തോ ഒരു ടവർ മൊമെൻറ്റ് വന്നു. ഒന്നെങ്കിൽ ഈ അടുത്തിടെ എന്തെങ്കിലും ഒരു തകർച്ച വന്നിട്ടുണ്ടായിരിക്കും. അതുവരെ ഈ വ്യക്തി ഭയങ്കര എന്തെങ്കിലുമൊക്കെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കാം കേട്ടോ. കാരണം ഓണമായതുകൊണ്ട് പിള്ളേരൊക്കെ ഭയങ്കര കലബിലൊക്കെ വെച്ച് നടക്കുന്നുണ്ട്. അതിൽ പൊടിക്കുഞ്ഞും ഇടയ്ക്ക് വരും, പ്രാർത്ഥിക്കും പോകും, കുമ്പിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ വരുമ്പോൾ ചില നേരത്തൊക്കെ ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പാസരത്തിൻ്റെ കീഴൊക്കെ കേൾക്കുന്നുണ്ട്, വരുന്നുണ്ടെന്ന് തോന്നുന്നു. 5 ഓഫ് കപ്സും ദ ടവറുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ടവർ എന്ന് പറഞ്ഞാൽ ഈ അടുത്തിടെ എങ്ങാണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഒരു തകർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തി അതുവരെയും നിങ്ങൾക്ക് മുന്നിൽ ഭയങ്കര ഈഗോയിസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഞാനെന്ന ഭാവം, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയൊക്കെ വിഷമിപ്പിക്കാവോ അങ്ങനെയൊക്കെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഓർത്തിട്ടില്ല. ഈ വ്യക്തിക്ക് മാത്രം എന്താണ് ഇത്രയും തെറ്റിയിട്ട്, ഈ വ്യക്തിക്ക് മാത്രം എന്താണ് യൂണിവേഴ്സ് ഇത്രയും ഇത് കൊടുക്കുന്നത്, തിരിച്ചടികളൊന്നും കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു ഈ അടുത്തിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുമുണ്ട് അതും. അപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലായി നിങ്ങളോട് ചെയ്തത് കൊണ്ടാണ് ഇവർക്ക് എന്തോ വലിയൊരു തകർച്ചയാണ് കേട്ടോ. ടവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടവർ കാർഡാണ് വന്നിരിക്കുന്നത്. വലിയൊരു കുത്തനെ ഇടിഞ്ഞു വീഴുക എന്ന് പറയത്തില്ലേ, എന്തൊക്കെയോ കെട്ടിപ്പൊക്കി അതൊക്കെ നശിച്ചു പോയി എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. മനസ്സിലായി? ഇപ്പം ഒറ്റപ്പെട്ട് കുറ്റബോധപ്പെട്ട് ഒക്കെ നിൽക്കുന്നൊരവസ്ഥ. നിങ്ങളോട് എന്തോ ഒരു തെറ്റ് ചെയ്തത് കൊണ്ടാണ്, എന്തോന്നൊന്നും അല്ല, നിങ്ങളോട് നല്ല രീതിയിൽ നിങ്ങൾക്ക് തന്ന ചതിയുടെ ശിക്ഷയാണ് ഇപ്പോൾ കിട്ടുന്നെന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെടുത്തി മറ്റെവിടെയെങ്കിലും പോയൊരു പേഴ്സൺ ആണെങ്കിലും ഈ വ്യക്തിക്കിട്ട് നല്ലൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്നതായിട്ട് കാണുന്നു. ഈ വ്യക്തി ഇപ്പം ഭയങ്കരമായിട്ട് റിഗ്രറ്റാണ് ഇവർക്ക്, ഭയങ്കര പശ്ചാത്താപം. അതുപോലെ തന്നെ ഇവർക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് ഇവർ ഫോക്കസ് കൊടുക്കുന്നത്. ഇവർക്ക് മരിക്കണം എന്നൊരു ചിന്ത വരെ ഇവർക്ക് വരും. ഇവർ കംപ്ലീറ്റ് ഒറ്റപ്പെട്ടു പോയി. ആരുമില്ല ഇവർക്കൊരു സഹായത്തിന്, ഒരു ഹെൽപ്പിന്. നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുണ്ട് എന്ന് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഇവരെ ഉപേക്ഷിക്കില്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഇവരുടെ ഇല്ലായ്മയിലാണ് നിങ്ങൾ ഇവരെ ചേർത്ത് നിർത്തിയത്. ഇവർക്കെല്ലാം ഉള്ളപ്പോഴാണ് ഇവരുടെ കൂടെ എല്ലാവരും വന്നത്. ഇവരുടെ ഇല്ലായ്മയിൽ നിങ്ങൾ ഇവരെ ചേർത്ത് നിർത്തി, ഇവരെ സ്നേഹിച്ചു, ഇവരെ പരിപാലിച്ചു, എല്ലാം ആക്കി. അവസാനം നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ അടുത്തോട്ട് പോയി. ഇപ്പം അവിടെ നിന്ന് നല്ലൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു. എന്തോ ഒരു വലിയ അനർത്ഥം ഇവരുടെ ലൈഫിൽ നടന്നിരിക്കുന്നു എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നടക്കും കേട്ടോ. ഒരു 5-6 ദിവസത്തിനുള്ളിൽ ഇത് നടന്നിരിക്കും. മനസ്സിലായോ? അതുപോലെ 9 ഓഫ് കപ്സും 8 ഓഫ് കപ്സും വന്നിരിക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെടുത്തി നിങ്ങളുടെ സ്നേഹം വേണ്ടാന്ന് വെച്ച് പോയ ആ ഒരു വ്യക്തി ഇപ്പം നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കാരണം ഇവർ മറ്റെന്തെങ്കിലുമൊക്കെ കാരണത്താൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഭയങ്കര പ്രേരണയാൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയതായിരിക്കാം. നിങ്ങളെ ഉപേക്ഷിക്കണം എന്നാരെങ്കിലുമൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളെ എന്തുമായിക്കോട്ടെ, ചിലപ്പോൾ ഒന്നും മിണ്ടാണ്ട് പോയതായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിന്നും. നിങ്ങളെ നഷ്ടപ്പെടുത്തി പോയൊരു വ്യക്തിയായിരിക്കാം
എന്തുമായിക്കോട്ടെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണുന്നു. ഇവർ സ്വപ്നം കാണുകയാണ്, നിങ്ങളുടെ തിരിച്ചു വരവിനെ ഇവർ സ്വപ്നം കാണുന്നു. നിങ്ങളായിരുന്നു ശരി. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ലൈഫിലുണ്ടെങ്കിൽ ഇവർക്ക് എപ്പോഴും സക്സസ് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളിലും ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങളിലായിരുന്നു എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. ഇവർക്ക് നിങ്ങളുണ്ടെങ്കിൽ ഇവർക്ക് എന്തും നേടിയെടുക്കാം. പക്ഷെ നിങ്ങൾ പോയതോടെ ഇവർ ചിലപ്പോൾ ഈ ഒരു വേർപിരിയൽ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് നിങ്ങളുടെ, അതായത് നിങ്ങൾക്കിത് അനിവാര്യമായിരുന്നു. കാരണം ഈ വ്യക്തി നിങ്ങളെ കൂടെ നിന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രയും ഇത് സ്നേഹമോ കെയറിങ്ങോ ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്റ്റിലൂടെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കി. നിങ്ങൾ എന്തായിരുന്നു എന്നും നിങ്ങൾ എന്താണെന്നും നിങ്ങളായിരുന്നു ശരിയെന്നും നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ അടിച്ചമർത്തിയിട്ടൊക്കെ പോയൊരു പേഴ്സൺ ആയിരിക്കാം. അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ഇല്ലാവചനങ്ങൾ ഉണ്ടാക്കി പറഞ്ഞിട്ടൊക്കെ പോയതായിരിക്കാം, അല്ലെങ്കിൽ ഒന്നും മിണ്ടാണ്ട് പോയതായിരിക്കാം. പക്ഷെ ഈ ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇനി ഇവർക്കൊരു നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ തിരിച്ചു വരവിനായിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് 3 of Swordsഉം കിങ് ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഹാർട്ട് ബ്രോക്കൺ ആണ് ഈ ഒരു വ്യക്തി കാരണം. ഞാൻ അതാണ് പറഞ്ഞത്, ഈ ഒരു ഹാർട്ട് ബ്രോക്കൺ ഡിപ്രഷനൊക്കെ മാറ്റി വെക്കുക. നിങ്ങൾക്ക് ഹാർട്ട് ബ്രോക്കൺ ആണെന്ന് കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തി മൂലം നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള പെയിനിലാണ്, ഡിപ്രഷൻ മൂഡിലാണെന്ന് കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ വിവാഹം ചെയ്യാനിരിക്കുന്നവരായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അഫെയർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. നിങ്ങൾ ഭയങ്കര കൺഫ്യൂഷനിലാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയോ, നിങ്ങൾ ഭയങ്കര അപ്സെറ്റ് ആണ്, നിങ്ങൾക്ക് ഒരു സമാധാനമില്ല, സന്തോഷവും ഇല്ല എന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്ന ആള് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടില്ല. കാരണം എന്തെങ്കിലും ഒരു സാഹചര്യങ്ങളായിരിക്കാം നിങ്ങളെ തമ്മിൽ വേർപെടുത്തിയത്. നിങ്ങളോട് പറഞ്ഞിട്ടും ഉണ്ടായിരിക്കാം. പക്ഷെ എന്തോ നിങ്ങൾക്കിടയിൽ വലിയൊരു അകൽച്ച വന്നു. നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആണോ നിങ്ങൾ? വ്യക്തി നിങ്ങൾക്ക് നല്ല പെയിൻ തരുന്നുണ്ടോ? റിലേഷൻഷിപ്പ് ഇപ്പം വെക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ഈ വ്യക്തി വലിയൊരു അടുപ്പം നിങ്ങളോട് കാണിക്കുന്നില്ലായിരിക്കാം. എന്തുമായിക്കോട്ടെ, നിങ്ങൾക്കൊരു ഇതുണ്ട്, ഈ വ്യക്തി ജെനുവിൻ ആയിരുന്നു അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിൽ പോയി എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം, ഈ വ്യക്തി എന്നെ സ്നേഹിച്ചിരുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ജെനുവിൻ അല്ലായിരുന്നു, അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഒരു വ്യക്തി ജെനുവിൻ ആയിരുന്നു കേട്ടോ. ഈ ഒരു വ്യക്തി ജെനുവിൻ ആയിരുന്നു. ഇപ്പോഴും നിങ്ങളെ അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കും. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാനുള്ള ടൈം ആയിട്ടില്ല കേട്ടോ. ഒന്നിക്കാനുള്ള ടൈം ആയിട്ടില്ല. അവരുടെ സാഹചര്യങ്ങളെല്ലാം ഒത്തുവരണം. സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരേതെങ്കിലും ഒരു ഹൈ പൊസിഷനിലേക്ക് ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം, ഏതെങ്കിലും വലിയ ഉയർന്ന തലത്തിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവരായിരിക്കാം, അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കാം. അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, ഈ വ്യക്തിക്ക് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ കുറച്ച് ടൈം വേണം, കുറച്ച് സാവകാശം നിങ്ങൾ കൊടുക്കുക, കുറച്ച് സമയം നിങ്ങൾ ഇവർക്ക് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഇവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വ്യക്തി വരും. എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്കിടയിൽ ഒരു ലെസ് കോണ്ടാക്ട് നോ കോണ്ടാക്ട് ഒക്കെ നടന്നു എങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ ഒരു വ്യക്തി ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവർക്കൊരു സമയം വേണം, സാവകാശം വേണം. കാര്യങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പോലും ഇവർ ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാളാണ്, ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഈ വ്യക്തി റിലേഷൻഷിപ്പിൽ ഇരുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് കെയറിങ് സപ്പോർട്ടൊക്കെ നിങ്ങൾ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഒന്നും ഇവർ തന്ന സ്നേഹം പെട്ടെന്ന് സ്നേഹിച്ചിട്ട് നിങ്ങളെ അങ്ങ് അകത്തി കളഞ്ഞ പോലെ ആയിപ്പോയി, നിങ്ങളെ അങ്ങ് തഴഞ്ഞതുപോലെ ആയിപ്പോയി. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും. ഇവർക്കൊരു ടൈം കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഏസ് ഓഫ് പെൻഡാക്കിൾസ് എന്നൊരു കാർഡായിരുന്നു ബോട്ടം കിട്ടിയിരുന്നത്. കുറച്ചധികം ആൾക്കാരുടെ ലൈഫിൽ ന്യൂ ബിഗിനിങ് വരാൻ പോകുന്നു. ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ കാരണം നിങ്ങൾക്കിടയിൽ ഒരു നോ കോണ്ടാക്ട് വന്നതാണെങ്കിൽ പുതിയ അവസരങ്ങളൊക്കെ ഈ വ്യക്തിക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കും അറിയാവുന്നതായിരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥയൊക്കെ. അതുപോലെ തന്നെ എന്തൊക്കെയോ ന്യൂ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. അതുപോലെ പുതിയ ജോലി, എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്തൊക്കെയോ ഇവരുടെ ലൈഫിൽ ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് പണം എവിടെ നിന്നൊക്കെയോ കിട്ടുന്നു. ഇവരുടെ ലൈഫൊക്കെ ഒന്ന് സ്റ്റേബിൾ ആകാൻ പോകും. നിങ്ങളിലേക്ക് ഈ വ്യക്തി വരും. ഇവരുടെ ലൈഫ് സക്സസ് ആയാൽ നിങ്ങളിലേക്ക് ഈ വ്യക്തി വരും എന്നുള്ളത് ഒരു വ്യക്തിയല്ല, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. സാഹചര്യങ്ങൾ കൊണ്ട് വേർപിരിഞ്ഞു പോയവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു റീയൂണിയൻ മസ്റ്റാണ് കേട്ടോ. ഇതായിരുന്നു നമ്മുടെ റീഡിങ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ ഓണം ആഘോഷിക്കുക. നല്ലപോലെ എന്നൊന്നും പറയുന്നില്ല. ഇനി ആരുടെയെങ്കിലും വേർപാടൊക്കെ കുടുംബത്തിലുള്ളവരാണെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കൂ. ഓണം ആഘോഷിക്കാൻ പറ്റുന്നവർ ഉള്ളത് കൊണ്ട് ഓണം എന്നല്ല, ഒരു വലിയ ഓണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. എനിക്കും ഈ പറഞ്ഞ പോലെ ഓണവും കാര്യങ്ങളും ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, പിതൃക്കന്മാർ നമ്മുടെ വീട്ടിൽ വന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന അവരൊക്കെ വരുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു നേരത്തെ ഫുഡ് വെക്കുക. നമ്മുടെ മക്കൾ വീട്ടിലാരെങ്കിലും പ്രായം ചെന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ അവരെ സന്തോഷിപ്പിക്കുക, നമ്മുടെ ചുറ്റും നിൽക്കുന്നവരെ സ്നേഹിക്കുക. അതുപോലെ തന്നെ ഈ സമയത്തൊക്കെ നിങ്ങൾ വിഷമിച്ചിരിക്കാതിരിക്കുക. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണ്ടവർക്ക് നമ്പറോടെ കൊടുത്തേക്കാം.
ഇന്നത്തെ ഗുരുതി എന്ന് പറയുന്നത് പകലാണ് കേട്ടോ. ഇന്നത്തെ ഗുരുതി പകലാണ്, കാരണം ഇന്ന് വൈകിട്ട് ചെയ്യാൻ ടൈമില്ല. അപ്പം എല്ലാവരോടും നല്ലൊരു ദിവസം തന്നെ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഓം നമഃ ശിവായ.